ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പായിപ്ര ഗ്രാമപഞ്ചായത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് മേള ഉദ്ഘാടനം ചെയ്തു. പായിപ്ര ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തിയത്. സംരംഭകരെ കണ്ടെത്തി നൂതനമായ കർമ്മ പദ്ധതികൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് നടത്തിവരുന്നതിന്റെ മുന്നോടിയായാണ് ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തിയത്. ശക്തമായ തൊഴിൽ സംസ്കാരം വളർത്തുന്നതിനും സുസ്ഥിര വികസനത്തിനും എന്റെ സംരംഭം നാടിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യമുയർത്തി മുന്നോട്ടു പോവുക എന്ന ലക്ഷ്യവും മേളയ്ക്കുണ്ട്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അസീസ് ലോൺ ലൈസൻസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്കിൽ നിന്ന് സാങ്ഷനായ ലോണുകളാണ്. കാനറ ബാങ്ക് പദ്ധതിയിൽ എത്തിയിട്ടില്ല. സുനൈന അഭിലാഷ് 8,50,000 രൂപ സുനൈന കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥാപനം ആരംഭിക്കുന്നതിനാണ്. അലിക്കുഞ്ഞ് ടാക്സി ഗുഡ്സ് 8,20,000 രൂപ കാനറ ബാങ്ക്. 540ഓളം പേർക്ക് ആ സംരംഭവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിച്ചു എന്ന അഭിമാനകരമായ ഒരു നേട്ടം നമ്മുടെ പഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും അതിലുപരി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുന്നതാണ്. 2023-24 സാമ്പത്തിക വർഷം ഈ ഫെബ്രുവരി വരെ പുതിയതായി 120 പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഈ ചെറിയ പഞ്ചായത്ത് എന്ന് പറയാൻ പറ്റില്ല, എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തായ പായിപ്ര പഞ്ചായത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഫി അവർ പറഞ്ഞതുപോലെ ഏറ്റവും അഭിനന്ദനം നമ്മുടെ അസ്ലം അദ്ദേഹത്തിന്, നമുക്ക് നന്നായിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മേളയുടെ ഭാഗമായി ധനകാര്യ സ്ഥാപനങ്ങളുടെയും മറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി സംശയങ്ങൾ പരിഹരിക്കുന്നതിനും സംവദിക്കാനും അവസരമൊരുക്കിയിരുന്നു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി എനിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിനയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി ഹസീന P മൈദീൻ എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.